സൗഖ്യം വ്യാപരിക്കുന്നുണ്ട്. നാഥാ നിന്റെ വനകൃപകൾ ഞങ്ങൾ തരുളൂ, അനുഗ്രഹിക്കൂ. സ്വരമുയർത്തി നാഥാ നിന്റെ വനകൃപകൾ ഞങ്ങൾ തരുളൂ, അനുഗ്രഹിക്കൂ. 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 അഭിഷേകം തരട്ടെ. നാഥാ നിന്റെ വനകൃപകൾ ഞങ്ങൾ തരുളൂ, അനുഗ്രഹിക്കൂ. സാന്നിധ്യം തരട്ടെ. നാഥാ നിന്റെ വനകൃപകൾ ഞങ്ങൾ തരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വനകൃപകൾ ഞങ്ങൾ തരുളൂ, അനുഗ്രഹിക്കൂ. സ്വരമുയർത്തി സ്തുതിക്കാമോ? എല്ലാവരും ഒന്ന് സ്വരമുയർത്തി സ്തുതിച്ച്, ഒന്ന് വിട്ടുകൊടുത്തോണ്ട് സ്തുതിച്ചേ. എല്ലാവരും തന്നെ മറന്നൊന്ന് സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, ബന്ധനം എല്ലാം അഴിയട്ടെ, പാടുവീടുകളെല്ലാം നീങ്ങിപ്പോകട്ടെ, അശുദ്ധിയെല്ലാം നീങ്ങട്ടെ, വിശുദ്ധി നിറയട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. ശുശ്രൂഷ എനിക്ക് വേണ്ടിയും ശുശ്രൂഷകരായ എഡ്വിനും അനിലിനും ഒക്കെ വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറയട്ടെ. ആത്മാവിൽ നിറഞ്ഞ് അഭിഷേകം നിറയുവാൻ, ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുവാൻ, അഭിഷേകം നിറഞ്ഞ് ശുശ്രൂഷിക്കാനുള്ള വലിയ കൃപയ്ക്കായിട്ട് സ്വരമുയർത്തി കൂട്ടായ്മയെ സമർപ്പിച്ച് ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വലിയ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഉയർത്തെഴുന്നേറ്റവനെ വിളിക്കാവോ? ലാസറിനെ ഉയർപ്പിച്ചവനെ വിളിക്കാവോ? കൃപയ്ക്ക് മേൽ കൃപ നൽകുന്നവനെ ഒന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? യേശുവേ നന്ദി. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16 മുതലുള്ള തിരുവചനം. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. കൃപയും സത്യവും ജീവനും യേശുക്രിസ്തു വഴിയാണ് ഉണ്ടായതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കൃപയ്ക്ക് മേൽ കൃപ നൽകുവാനായിട്ട് തമ്പുരാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, പാപത്തെ പരാജയപ്പെടുത്തുവാൻ, പാപ സാഹചര്യങ്ങളെ പരാജയപ്പെടുത്തുവാനുള്ള വലിയ കൃപയുമായിട്ടാണ് യേശു ഭൂമിയിലേക്ക് കടന്നു വന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പാപത്തെ പരാജയപ്പെടുത്തുവാൻ ഉള്ള വലിയ അഭിഷേകമാണ് ദൈവം നമുക്ക് നൽകി. കൃപ കിട്ടിയാലേ ഈ പാപത്തെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അത് ആര് വഴിയാണ്? യേശു വഴിയാണ് ഇത് ലഭിക്കുന്നത്. മോശ വഴി നിയമം കടന്നു വന്നു, എന്നാൽ യേശുക്രിസ്തു വഴിയാണ് കൃപയ്ക്ക് മേൽ കൃപ നമുക്ക് ലഭിച്ചത്. അപ്പൊ നമ്മളിലുള്ള രോഗത്തെ പരാജയപ്പെടുത്തുവാനുള്ള കൃപ, സൗഖ്യം, നമ്മുടെ കുടുംബത്തിലുള്ള പൈശാചികമായ ബന്ധനാവസ്ഥയെ പരാജയപ്പെടുത്തുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുക, പരാജയത്തെ വിജയമാക്കി മാറ്റുവാനുള്ള കൃപയാണ് യേശു നമുക്ക് നേടിത്തന്നിരിക്കുന്നത്. അതുകൊണ്ട് വചനം ഇപ്രകാരം പറയുന്നു, കൃപയ്ക്ക് മേൽ കൃപ നൽകുവാനാണ് പിതാവായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. ഇവിടെ നോയമ്പ് കഴിഞ്ഞു. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും 50 ദിവസങ്ങള്, ദിനരാത്രങ്ങൾ നമ്മളെ കടന്നുപോയി. ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയുള്ള ദിവസമാണ്? അനുഗ്രഹത്തിന്റെയും അഭിഷേകത്തിന്റെയും നിറവിന്റെ ദിവസം. ഒരു പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ദിവസമാണ്. ഒരു അഭിഷേകത്തിലേക്ക്, ഒരു ദൈവകാരുണ്യത്തിലേക്ക്, അല്ലെ ദൈവ സാന്നിധ്യത്തിലേക്ക്, കൃപയ്ക്ക് മേൽ കൃപയിലേക്ക് കടന്നു വരുന്ന മണിക്കൂറുകളാണ്. അപ്പൊ നമ്മൾ എപ്പോഴാണ്? നോയമ്പ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഉപവാസവും പ്രാർത്ഥനയിൽ എടുത്ത് പൈശാചികമായ അല്ലെങ്കിൽ പാപബന്ധനങ്ങളെ മുഴുവൻ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവിക കൃപ നേടിയെടുക്കുവാൻ വേണ്ടി നാം ദൈവസന്നിധിയിലായിരിക്കും. നമ്മൾ നോയമ്പ് കഴിയുമ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് ഈസ്റ്റർ കഴിയുമ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നീടുള്ള സമയം എന്താ? പിന്നെ ജീവിത വ്യഗ്രതയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. പിന്നെ നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? പിന്നെ വരുന്നത് പിന്നെ അടുത്ത നോയമ്പിന്റെ സമയങ്ങളിലാണ്. ഇവിടെ അങ്ങനെ ആയിരിക്കില്ല. നോയമ്പിന്റെ സമയങ്ങളിലോ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരുന്നു കൊണ്ട് പാപത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് വരും കാലഘട്ടത്തിലോ നാം കൃപയ്ക്ക് മേൽ കൃപ നേടിയെടുക്കുമ്പോഴാണ് രക്ഷയുടെ പൂർണ്ണത നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. നോയമ്പ് കഴിയുമ്പോൾ പരിപാടി നിർത്തി, അല്ലെങ്കിൽ ഒരു കാര്യം സാധിച്ചു കഴിയുമ്പോൾ പരിപാടി നിർത്തുക.
പ്രാർത്ഥനയുടെ ആ വലിയ ചൈതന്യത്തിൽ നിലനിൽക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നില്ല. എളുപ്പമുള്ള കാര്യമല്ല. ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യണം. ഇവിടെ ഇപ്പൊ 8 വർഷമാവുമോ ശുശ്രൂഷ ചെയ്യാനായിട്ട്. കർത്താവ് ആ കാലയളവ്, എത്രയോ കാലഘട്ടം, എത്രയാണ് കാലയളവ് തന്നിരിക്കുന്നത്, അത്രയും കാലയളവ് ഇവിടെ നിൽക്കുവാനുള്ള കൃപ നമുക്ക് സ്വീകരിച്ചാൽ മാത്രമേ ഈ ആലയത്തിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ശുശ്രൂഷയെ പങ്കുചേരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. കൃപ കിട്ടിയാൽ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു ദൈവം വചനത്തിലൂടെ നമ്മളോട് പഠിപ്പിക്കുന്നത്, കൃപയ്ക്ക് മേൽ കൃപ നൽകുവാനാണ് യേശു ഭൂമിയിലേക്ക് കടന്നു. യേശു പറയുന്നുണ്ട്, ഞാൻ ചെയ്തതിനേക്കാൾ ഉപരിയായ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. ഉപരിയായ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. എന്റെ വചനത്തിൽ വിശ്വസിച്ച്, എന്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരും. യേശു പഠിപ്പിച്ച ശിഷ്യന്മാരോട് പറയുകയാണ്, ദൈവജനത്തോട് ദൈവം പറയുകയാണ്, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് ഞാൻ തരും. പ്രിയപ്പെട്ട 50 ദിവസങ്ങളിൽ നമ്മൾ ഉപവാസത്തിലും നോയമ്പിലും ഒക്കെ ആയിരുന്നുകൊണ്ട് വചനം അനുസരിച്ചു. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജഡത്തിന്റെ താല്പര്യങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് 50 നോയമ്പ് ആചരിച്ചു. അതിനുശേഷം നമ്മൾ ജഡത്തെ വീണ്ടും പാപത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ഈ കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരികയാണ്. കാര്യം സാധിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥന നിൽക്കുമ്പോൾ ആ കൃപയ്ക്ക് മേലുള്ള കൃപയിൽ നിലനിൽക്കുവാനുള്ള ആ കൃപ നമുക്ക് നഷ്ടപ്പെട്ടു. നിലനിൽപ്പിന്റെ കൃപ നമുക്ക് നഷ്ടപ്പെടുകയാണ്. 10 കന്യകമാരുടെ ഉപമയിലൂടെ ഈശോ പറയുന്നുണ്ട്, വിവേകമതികളായ കന്യകമാര് ദൈവാനുഗ്രഹം കടന്നു വന്നപ്പോൾ മണവാളിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം സ്വീകരിക്കുവാൻ അവർ പ്രാർത്ഥിച്ച് ഒരുങ്ങി ആയിരുന്നു എന്ന തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അവര് എണ്ണ ശേഖരിച്ചു വെച്ചിരിക്കുന്നു. ആത്മീയ അഭിഷേകം, അല്ലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ അവർ സ്വീകരിച്ചു. പിന്നീടാണ് സംഭവിക്കുന്നത്, ദൈവത്തിന്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. വിവേകശൂന്യരായിട്ടുള്ളവര് അവർ ലോകത്തിന്റെ വ്യഗ്രതയിലേക്ക് കടന്നുപോയപ്പോൾ പ്രിയപ്പെട്ടവരെ അവരുടെ കൈവശം എണ്ണയില്ലാതായി തീരുക. അന്ന് നിങ്ങളുടെ നിശ്ചിത തന്നേര് ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ച് നേടിയെടുത്തിരിക്കുന്നവരുടെ നിന്ന് അതിൽ കൂടെ ആ അനുഗ്രഹം പിടിച്ചു മേടിക്കാൻ ആഗ്രഹിക്കുന്നവര് അവിടെ ഒരു കൊടുക്കുന്നില്ല. കാരണം ഞങ്ങൾക്കും തികയത്തില്ല, നിങ്ങൾക്കും തികയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് വാങ്ങിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് അതിന് പൂർണ്ണത കിട്ടത്തില്ല. പ്രിയപ്പെട്ട അവനോന് കിട്ടിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ അവനോന് കിട്ടുന്ന ദൈവിക കൃപയിൽ നിലനിന്നാൽ ആ കൃപയ്ക്ക് മേൽ കൃപ യേശു നൽകുമെന്ന് തിരുവചനത്തിലൂടെ അവിടെ നമ്മെ പഠിപ്പിക്കുക. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട നമ്മൾ ആ ദൈവാനുഗ്രഹത്തിൽ ആയിരിക്കുമ്പോൾ സാത്താൻ അവിടെ അടങ്ങിയിരിക്കുവോ? അവൻ എവിടെയെല്ലാം ചെല്ലും നമുക്ക് വേണ്ടി നമ്മളെ പീഡിപ്പിച്ച് ദൈവരാജ്യത്തിൽ നിന്ന് പുറത്തു വിടുവാൻ വേണ്ടി, അല്ലെ ദൈവാനുഭവത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി അവൻ എവിടം വരെ ചെല്ലും? സ്വർഗത്തിൽ വരെ കടന്നു ചെല്ലും. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6 മുതൽ തിരുവചനം പ്രകാരം പഠിപ്പിക്കുന്നു. ഒരു ദിവസം ദൈവത്തിന്റെ പുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വന്നു ചേർന്നു, സാത്താനും അവരോടുകൂടെ വന്നു. ദൈവത്തിന്റെ പുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വന്നു ചേർന്നപ്പോ സാത്താനും അവരുടെ കൂടെ ദൈവത്തിന്റെ സന്നിധിയിലെത്തി. നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവിന്റെ ആലയത്തിൽ കടന്നു വരുമ്പോ നമ്മുടെ കൂടെ ആര് വരും? സാത്താനും കടന്നു വരും. വലിയ പ്രശ്നമാണ് ഇന്ന് നേരിടുന്ന വലിയ പ്രശ്നമാണ്. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ചേച്ചി, ഹിന്ദു ചേച്ചിയാ, ക്രൈസ്തവ സഹോദരിയാ. ഈ സഹോദരി ഇവിടെ വന്ന് 1 വർഷക്കാലം പ്രാർത്ഥിച്ചപ്പം ഈ ചേച്ചിക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടി. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു ചേച്ചി ഒന്ന് പ്രലോഭനം കൊടുത്തു. ഈ പ്രയർ ഗ്രൂപ്പിൽ നിന്ന് ആ ചേച്ചിയെ പുറത്തു കൊണ്ടുപോയി. 1.5 വർഷക്കാലം ഈ ചേച്ചി വേറൊരു പ്രയർ ഗ്രൂപ്പിൽ കൊണ്ടേ ഇരുത്തി. അവിടെ ചേച്ചിക്ക് ഒരു അനുഭവം കിട്ടുന്നില്ല. 1.5 വർഷം മരം പോലെ അവിടെ ഇരുന്നിട്ട് ഒരു ദിവസം ബ്രദറിനെ ഒന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റുമോ? ഓടി വന്നിരിക്കുക. എന്നാ സംഭവം? ചേച്ചി കാണാനില്ലായിരുന്നല്ലോ. അതൊരു പ്രലോഭനം ഉണ്ടായതാ. വേറൊരു സ്ഥലത്ത് കൊണ്ട് എന്നെ കൊണ്ടിരുത്തി. 1.5 വർഷക്കാലം അവിടെ കൊണ്ടിരുത്തി. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു ദൈവവേദിയിൽ കടന്നു വരുമ്പോ ആ കൂടെ ആര് വരും? സാത്താനും കടന്നു വരും. എന്നിട്ട് എന്ത് ചെയ്യും? പ്രലോഭനം കിട്ടും. ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മകന്റെ കല്യാണം നടക്കാതെ വന്നപ്പോഴാണ് ചേച്ചി വന്ന് പ്രാർത്ഥിക്കാൻ കടന്നു വന്നേ. വിശ്വാസത്തോടെ കുടമാളൂർ പള്ളിയിൽ കർത്താവിന്റെ ആലയത്തിൽ വന്ന് തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ അവിടെ മഹത്വം കണ്ടു. വിവാഹം നടന്നു. ഇനി നടക്കേണ്ടത് 2ാമത്തെ മകന്റെ വിവാഹമാണ്. പ്രിയപ്പെട്ടവരെ, അത്ഭുത പ്രവൃത്തികളും അതിന്റെ ഫലവും അനുഭവിച്ചിട്ടും ഈ ചേച്ചി പ്രലോഭനത്തിൽ കടന്നു പോവുകയാണ്. വേറെ സ്ഥലത്ത് പോയി കുറെ കാലം കഴിഞ്ഞ് ചേച്ചി തിരിച്ചു വരുക. ഒരനുഭവം ഇല്ല. കിട്ടിയ അനുഭവം എല്ലാം നഷ്ടപ്പെട്ടു. ഇനി എന്താ ചെയ്യണ്ടേ?
കിട്ടിയ ചൈതന്യം ഇനി തിരിച്ചു കിട്ടണം. 1.5 വർഷം കൊണ്ട് കിട്ടിയതെല്ലാം നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, പ്രലോഭനത്തെ അതിജീവിക്കുവാനുള്ള ശക്തി, വിശ്വാസത്തിന്റെ രാഹിത്യത്തെ തകർത്ത് കളയുവാനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. നമ്മൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം ദൈവസന്നിധിയിൽ. നമ്മൾ കടന്നു വരുമ്പോൾ ഈ പ്രലോഭകൻ ഇവിടെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറയും, ബ്രദറെ, ഇവിടെ വന്ന് ഒരു ചേട്ടൻ, ഒരു 10, 45, 50 വയസ്സുള്ള ചേട്ടൻ, നിങ്ങൾക്ക് എന്നാ പ്രശ്നം എന്നാ ചോദിച്ചു നടക്കുക പള്ളിപ്പരിസരം. നമ്മൾ ആരെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ തമ്പുരാനെ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്തിലൂടെയാണ് ദൈവാനുഗ്രഹം നമുക്ക് കിട്ടുന്നത്. ഇവിടെ വേറെ ആരെയും നമ്മൾ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടില്ല. ഈ കുട്ടിയുടെ പുറകെ നടന്ന് നിന്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു ഞാൻ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രലോഭകൻ വരുന്ന എങ്ങനെയാ? അത് മനുഷ്യന്റെ രൂപത്തിൽ തന്നെയാ. പരിശുദ്ധാരൂപി വരുന്ന എങ്ങനെയാ? മനുഷ്യന്റെ രൂപത്തിൽ തന്നെ കടന്നു വന്നുകൊണ്ട് നമ്മളെ പ്രയറിലേക്ക് അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്നത്. പരിശുദ്ധാരൂപി വരുന്നോ? വ്യക്തിപരമായിട്ട് പറയാം, ഞാൻ പ്രാർത്ഥിച്ച് നിന്റെ കാര്യം സാധിച്ചു തരാം. ഇവിടെ ഒരാൾക്ക് എങ്ങനെയാ സാധിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്? ഒരിക്കലും സാധിക്കത്തില്ല. ഒരു കാര്യം ഒരാൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ രക്ഷ പ്രാപിക്കും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ രക്ഷ അനുഭവിക്കും. ഈ പരിശുദ്ധാരൂപി വരാതെ ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. സഹീയോൻ ഊട്ടുശാലയിൽ പരിശുദ്ധ അമ്മയ്ക്ക് ശിഷ്യന്മാരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നത് എങ്ങനെയാ? അമ്മയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മയുടെ പ്രാർത്ഥനയോട് ചേർന്നിരുന്ന് ഈ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചപ്പോൾ കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവരിലേക്ക് വന്നു നിറയുന്നത്. അപ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം ഇവരുടെ ശരീരത്തിൽ വെളിപ്പെടുന്നത്. ഇതിന്റെ പ്രവൃത്തി മേഖലയെല്ലാം ദൈവാനുഗ്രഹം വെളിപ്പെടാൻ തുടങ്ങി. നിനക്ക് മുമ്പേ ഞാൻ പോകും, മലകളെ നിരപ്പാക്കും, പിച്ചളവാതിൽ ഒടിക്കും, ഇരുമ്പാടാമ്പലുകൾ തകർക്കും, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടത്. അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരം ഒക്കെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ആര് പോകും നിനക്ക് മുമ്പേ? തമ്പുരാൻ നമുക്ക് മുമ്പേ പോവുകയാണ്. ആരിൽ ആശ്രയിക്കുമ്പോഴാ? കർത്താവിൽ ആശ്രയിക്കും. യെശയ്യാ 40 പറയുന്നുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയോ നടന്നാൽ തളരുകയില്ല. കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. പ്രിയപ്പെട്ടവരെ, ജോബിന്റെ ജീവിതത്തിൽ പരീക്ഷണം കടന്നു വരുമ്പോൾ ദൈവമായ കർത്താവിൽ മാത്രം ആശ്രയിച്ച ജോബിന്റെ ജീവിതം അനുഗ്രഹത്തിന്റെ പൂർണ്ണതയായി രൂപപ്പെട്ടു എന്നാണ് ജോബിന്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിക്കുകയാണ്. അവൻ പറഞ്ഞു. കർത്താവിനോട് വീണ്ടും ചോദിച്ചു, എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ നിഷ്കളങ്കനും നീതിനിഷ്ഠനും തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവനുമായി മറ്റാരെങ്കിലും ഭൂഖണ്ഡത്തിലുണ്ടോ? നീതിമാനായ ദൈവാനുഗ്രഹത്തില് ദൈവികാരുണ്യത്തില് നിലനിൽക്കുന്ന ഒരു ദൈവപൈതലിനെ ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ജോബിനെ കുറിച്ച് തിരുവചനം ഇപ്രകാരം പറയുന്നു. സാത്താൻ പറഞ്ഞു, ചർമ്മത്തിനു പകരം ചർമ്മം, ജീവന് വേണ്ടി തനിക്കുള്ളതെന്ത് മനുഷ്യൻ ഉപേക്ഷിക്കും? തനിക്കുള്ളതിനു വേണ്ടി അവൻ എന്തുപേക്ഷിക്കും? ദൈവത്തെ പോലും ഉപേക്ഷിക്കും. അതൊക്കെ ഒന്ന് എടുത്തു മാറ്റിയാൽ, അവനുള്ളതൊക്കെ ഒന്ന് എടുത്തു മാറ്റിയാൽ അവൻ ദൈവത്തെ പോലും ഉപേക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, പെട്ടെന്നുള്ള ഒരു മരണം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു തകർച്ച, പെട്ടെന്നുണ്ടായ ഒരു കടബാധ്യത, അതിൽ നിന്ന് മോചനം കിട്ടുന്നില്ലെങ്കിൽ ആരെ ഉപേക്ഷിക്കും? ദൈവത്തെ ഉപേക്ഷിക്കും. ആര് പറയുക? സാത്താൻ പറയുക, ദൈവത്തോട് പറയുക. നീ ഭൂമിയിൽ അവന് കൊടുത്തിരിക്കുന്ന, ദാനമായി കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒന്നിനെ എടുത്തു മാറ്റിയാൽ അവൻ നിന്നെ ഉപേക്ഷിക്കും. ഉറപ്പായ കാര്യമാണ്, സത്യമായ കാര്യമാണ്. സാത്താൻ ദൈവത്തെ ഓർമ്മപ്പെടുത്തുക, അവനുള്ളതിൽ എന്തെങ്കിലുമൊക്കെ നീ ഒന്ന് എടുത്തു മാറ്റിയാൽ നിന്നിൽ നിന്ന് അവൻ അകന്നു പോകും. ഇപ്പൊ അവൻ അതൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് കൊണ്ടാണ്, അവനതൊക്കെ ഉള്ളത് കൊണ്ടാണ് നിന്നെ സ്നേഹിക്കുന്നത്. ഇതൊക്കെ ഒന്ന് എടുത്തു മാറ്റി നോക്കിയേ, നിന്നിൽ നിന്ന് അവർ അകന്നു പോകും. ദൈവത്തിന്റെ മകനെ കുറിച്ച് സാത്താൻ പറയുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും തിരുവചന ഭാഗം ഇപ്രകാരം പറയുന്നു, അങ്ങ് അവന്റെ അസ്ഥിയിലും മാംസത്തിലും കൈവെക്കുക, അപ്പോൾ അവൻ അങ്ങയെ ദുഷിപ്പിക്കും. ഇതാ അവനെ നിനക്ക് വിട്ടുതരുന്നു, അവന്റെ ജീവനിൽ മാത്രം കൈവെക്കരുത്. കർത്താവ് സാത്താനോട് പറയുകയാണ്. നീതിമാനായ ജോബിനെ നീ എത്രമാത്രം പരീക്ഷിച്ചാലും അവന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല.
എന്തെല്ലാം തകർച്ചകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അവൻ ആരാധിക്കുന്ന ദൈവത്തിൽ നിന്ന് അവൻ ഒരിക്കലും അകന്നു പോകത്തില്ല എന്ന് ജോബിനെ കുറിച്ച് ദൈവം പറയുകയാണ്. കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച് ജോബിന്റെ അഭിഷേകം ഏത് തകർച്ചയിലും തമ്പുരാനെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ കാരുണ്യത്തിന്റെ അഭിഷേകത്തിനായിട്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? പ്രിയപ്പെട്ട ജോബിനുണ്ടായ കുറെ അനർത്ഥങ്ങളെ കുറിച്ച് അവൾ വചനം പറയുന്നുണ്ട്. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ കടന്നു വന്ന് പറഞ്ഞു, നിന്റെ പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിൽ സക്കാലത്തിന് മുഴുകിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് വീശിയ കൊടുങ്കാറ്റ് വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് തകർന്നു വീണ് അവർ മരിച്ചുപോയി. ഈ വാർത്ത അറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിക്കുന്നു, ഒരുവൻ വന്ന് പറയുകയും. അതുപോലെ 3 സംഭവങ്ങൾ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അവൻ പറഞ്ഞു തരുന്ന മുമ്പ് 14-ാം തിരുവചനം, അപ്പോൾ ഒരു ഭൃത്യൻ ജോബിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ കാളുകളെ പൂട്ടുകയായിരുന്നു, കഴുതുകൾ സമീപത്ത് തന്നെ മേഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഷെബേക്കാർ വന്ന് വേലക്കാരെ വാളിനിരയാക്കി അവയെ അപഹരിച്ചു കൊണ്ടുപോയി. ഞാൻ മാത്രമേ അങ്ങോട്ട് വിവരം പറയുവാൻ രക്ഷിക്കപ്പെട്ടുള്ളൂ. അവൻ പറഞ്ഞു തീരുന്ന മുമ്പ് മറ്റൊരുവൻ വന്ന് പറഞ്ഞു, ദൈവത്തിന്റെ അഗ്നി ആകാശത്ത് നിന്നിറങ്ങി ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു. വിവരം അങ്ങയോട് പറയുവാൻ ഞാൻ മാത്രമേ അവശേഷിച്ചുള്ളൂ. ജോബിന്റെ ജീവിതത്തിലുള്ള സകലതും തമ്പുരാൻ കൊടുത്ത് ദാനമായി കൊടുത്തതെല്ലാം പിൻവലിക്കപ്പെടുകയും അവിടെയെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്ന സമയം. പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെട്ടു അവസാനം വന്ന് ജോബിന്റെ ശരീരം ആരോഗ്യ സാത്താൻ ചോദിക്കുക, അവന്റെ ശരീരത്തിന്റെ മേൽ കൈവച്ച പ്രശ്നം തീരും, അവൻ ദൈവത്തിൽ നിന്ന് അകലും. തമ്പുരാൻ പറയും, ദൈവം പറയും ഒരിക്കലും ഇല്ല, ഒരിക്കലും ദൈവത്തെ ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല. കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുവാൻ തക്കവിധം ജോബ് വിശ്വാസത്തില് പൂർണ്ണത പ്രാപിച്ച വ്യക്തിയാണെന്ന് ദൈവം സാത്താനോട് പറയുകയാണ്. നമ്മളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാല് ദൈവം നാണം കിട്ടുപോകും. ഒരു വലിയ പ്രശ്നം എന്തെന്ന് സംഭവിക്കും? ദൈവത്തിൽ നിന്ന് നാം അകലും. ദൈവം എന്ന് പറയുന്ന ആളില്ല, അങ്ങനെ സാധനമില്ല. കിട്ടുമോ മക്കളെ കൃപയ്ക്ക് മേൽ കൃപ? അഭിഷേകത്തിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കപ്പെടുവോ? ഒരിക്കലും ഇല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ നമുക്ക് നിരാശയാ, ആകുലതയാ. ദൈവം ഉണ്ടോന്ന് പോലും സംശയം നാം മറ്റുള്ളവരോട് പോലും പ്രകടിപ്പിക്കുമെന്നാണ് ജോബിന്റെ ഈ വചനഭാഗങ്ങൾ, ജോബിലൂടെ ദൈവം നമുക്ക് പറഞ്ഞിരുന്ന വചനഭാഗങ്ങളിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്ന കാര്യം ഇതാ. ഉപേക്ഷിക്കപ്പെടും, ദൈവത്തെ പോലും ഉപേക്ഷിക്കപ്പെടും. ഉപേക്ഷിക്കാനുള്ള സാധ്യത വീണ്ടും കൂടി വരികയാണ്. അപ്പോൾ അവന്റെ ഭാര്യ പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു, ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. ഇത്രയെല്ലാം അനർത്ഥങ്ങള് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും നീ വീണ്ടും കർത്താവിനെ ആരാധിക്കുകയാണോ? നീ കർത്താവിനെ ശപിച്ച് അവനെ ഉപേക്ഷിക്കുവാൻ ജോബിന്റെ ഭാര്യ ജോബിനോട് പറയുകയാണ്. ഇവിടെ അവസാനത്തെ ഭാഗമാ. അവിടെ വേണേ പതറിപ്പോകാം. താൻ സ്നേഹിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന ജീവിത പങ്കാളി ഒരു ഉപദേശം കൊടുക്കുകയാണ്. ആ ഉപദേശത്തെ സ്വീകരിച്ചാൽ ജോബിലുള്ള ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെടുകയാണ്. പ്രിയപ്പെട്ട 3 സ്നേഹിതന്മാര് ജോബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അവര് ജോബിനെ ഉപദേശിക്കുക. ഈ 3 സ്നേഹിതന്മാർക്ക് ദൈവത്തെക്കുറിച്ചോ ദൈവരാജ്യത്തെക്കുറിച്ചോ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് പോലും അവർക്കുണ്ടായിരുന്നില്ല. അവര് ജോബിനെ ഉപദേശിക്കുക, നീ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. നിന്റെ ജീവിത ശൈലി ഇങ്ങനെയല്ല, മറ്റൊരു രീതിയിൽ അവർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റുവാൻ അവർ ശ്രമിക്കുക. പല കാര്യങ്ങളും കൊടുക്കുക. 3 സ്നേഹിതന്മാരിലൂടെ പ്രലോഭനം ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവര് പറയുന്ന കാര്യങ്ങളിലേക്കൊന്നും ജോബ് ചെവി കൊടുത്തില്ല. അതാണ് വിശ്വാസത്തിന്റെ പൂർണ്ണത. നമ്മൾ കർത്താവിന്റെ ആലയത്തില് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ പ്രലോഭനങ്ങള് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകും. ജീവിത പങ്കാളി എന്നായിരിക്കും. ചിലപ്പോൾ കർത്താവ് പറയും, എത്ര നാളായിട്ട് പോയിട്ട് എന്താ പ്രയോജനം? നമുക്കറിയാം. നമ്മൾ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇങ്ങനെ വന്നിരിക്കും പ്രശ്നമില്ല. ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ പ്രലോഭനങ്ങള് കടന്നു വരുന്നത്, അതിനെ അതിജീവിച്ച മാത്രമേ കൃപയ്ക്ക് മേൽ കൃപ നമുക്ക് ലഭിക്കത്തുള്ളൂ. പലരും പറയും, എന്തിനാ
അധ്വാനിക്കുവാൻ മടിയായതുകൊണ്ടാണ്, അല്ലെ ജോലി ചെയ്ത് ജീവിക്കുവാൻ മടിയായതുകൊണ്ട് ഒരു ബൈബിൾ എടുത്ത് കഷ്ടതി വെച്ച് ഇങ്ങനെ നടക്കുക. ചോദിക്കും മക്കള്, കുടുംബത്തിലുള്ളവർ ചോദിക്കും, കുടുംബാംഗങ്ങൾ ചോദിക്കും, ഭാര്യ പോലും ചിലപ്പം ചോദിച്ചെന്ന് വരാം. പ്രിയപ്പെട്ടവരെ, അതിനെല്ലാം അതിജീവിച്ച മാത്രമേ കൃപയ്ക്ക് മേൽ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരത്തുള്ളൂ. ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം? കടമാളൂർ പോകാൻ തുടങ്ങിയിട്ട് കുറെ വർഷമായല്ലോ, എന്താ പ്രയോജനം ചോദിക്കും. കാരണം ജോബിന്റെ പുസ്തകം വ്യക്തമായിട്ട് നമ്മെ ഇത് പഠിപ്പിക്കുക. ഭാര്യ ചോദിക്കും, ഭർത്താവ് ചോദിക്കും, അവിടുന്ന് ചോദിക്കും, വീട്ടമ്മായിമ്മ ചോദിക്കും, അമ്മായിപ്പൻ ചോദിക്കും, അപ്പൻ ചോദിക്കും, അമ്മ ചോദിക്കും, സഹോദരങ്ങളൊക്കെ ചോദിക്കും, സ്നേഹിതന്മാർ പോലും ചോദിക്കും. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട്, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കാവോ, മോടെ കല്യാണം നടക്കുന്നില്ല. ഞാൻ ചേച്ചി എത്ര നാളായി? 6-7 മാസം വന്നു ബ്രദറെ അവിടെ പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ ചോദിച്ചിട്ട് എന്താ സംഭവിച്ചേ? ഞാനവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പം എന്റെ ആങ്ങളയുടെ മോന്റെ കല്യാണം നടന്നേ. അപ്പൊ അവര് ചോദിച്ചു, നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്ത് പ്രയോജനം? ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോ ഞങ്ങൾക്ക് കിട്ടിയില്ലേ? പ്രിയപ്പെട്ടവരെ, വിശ്വാസം നഷ്ടപ്പെട്ട ആ സഹോദരി ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഫോൺ ചെയ്ത് ചോദിക്കുക, ബ്രദറെ ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇവര് വിളിക്കുമ്പോ തന്നെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം കാണിച്ചിരിക്കുക. ഒരു പകുതി സ്ഥലത്ത് അന്ധകാരവും പകുതി സ്ഥലത്ത് പ്രകാശവും കാണിച്ചു. പകുതി വിശ്വാസത്തിലും പകുതി അവിശ്വാസത്തിലുമാണ് ജീവിക്കുന്നതെന്ന് തമ്പുരാന്റെ മുന്നറിയിപ്പാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി പകുതി ഇരുട്ടും പകുതി പ്രകാശവുമാ. ഈ ഇരുട്ട് മാറി പ്രകാശം വന്നാൽ മഹത്വം പൂർണ്ണമാകും. അവിടെ നിയോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. അപ്പൊ എന്തുണ്ടായേ? ഈ നാത്തൂനിരുന്നുണ്ട് എന്ത് പറഞ്ഞു? ആങ്ങളുടെ ഭാര്യ എന്ത് പറഞ്ഞു? എന്തിനാ ഈ പോക്ക് പോണേ? പ്രിയപ്പെട്ട വിശ്വാസം അവിടെ വെച്ച് നഷ്ടപ്പെട്ട ആ സഹോദരി ഭവനത്തിൽ ഇരിപ്പായി. ഇരുന്നിട്ടൊന്നും സംഭവിക്കുന്നില്ല. ഇരിപ്പുറയ്ക്കാതെ വന്ന ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുത്തപ്പോൾ ഒന്ന് വിളിച്ചു ചോദിക്കാന്ന് വിചാരിച്ച് വിളിച്ചപ്പോ ആത്മാവ് വെളിപ്പെടുത്തിയത് ഇപ്രകാരമാ. വിശ്വാസത്തിന് പൂർണ്ണതയുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. മറ്റുള്ളവര് ഉപദേശിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വിശ്വാസമാണ് നിനക്കുള്ളതെങ്കിൽ അവിടെ മഹത്വം ഉണ്ടാകത്തില്ല. തകർച്ചയിലും വിഷമത്തിലും പ്രതിസന്ധികളും തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. 10 വെള്ളിയാഴ്ച ഒന്നും കിട്ടിയില്ലെന്നേ, അതുകൊണ്ട് അടുത്ത സ്ഥലത്തോട്ട് പോവുക. അടുത്ത സ്ഥലത്ത് പോയി 15 ആഴ്ച ഇരുന്നിട്ട് ഒന്നും കിട്ടുന്നില്ല, അടുത്ത സ്ഥലത്തേക്ക് പോവുക. പ്രിയപ്പെട്ടവരെ, ജീവിതയാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അവസാനം വരെ മഹത്വം ദർശിക്കുവാൻ സാധിക്കത്തില്ല. നീ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ തക്ക വിധത്തിൽ നീ അവിടെ ആയിരിക്കുവാനാണ് ദൈവം പറയുന്നേ. പ്രിയപ്പെട്ടവരെ, സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബെത്സയിദ കുളക്കരയില് 38 വർഷക്കാലം ദൈവത്തിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, ദൈവത്തിന്റെ സൗഖ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ബെത്സയിദ കുളത്തിന്റെ കരയില് കടന്നിരുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ യേശു ഇറങ്ങിച്ചെന്ന് അവനെ സുഖപ്പെടുത്തി അവനെ രക്ഷയുടെ പൂർണ്ണതയായ ജെറുസലേം ദേവാലയത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. പൂർണ്ണത അനുഭവിക്കുവാൻ വേണ്ടി പാപം ഏറ്റുപറയുന്ന, പാപമോചനം നൽകുന്ന ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് അവനെ എത്തിക്കുവാൻ വേണ്ടി യേശു എവിടെ ഇറങ്ങിച്ചെന്ന്? ബെത്സയിദ കുളക്കരയിലേക്ക് കടന്നു ചെല്ലുകയാണ്. നീ നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് പോകുവാൻ പറയുകയാണ്. പഴയ പാപബന്ധനത്തിന്റെ ആ കിടക്കയും എടുത്തുകൊണ്ട് നീ പോകാൻ പറഞ്ഞപ്പോ അവൻ പോയത് ജെറുസലേം ദേവാലയത്തിലേക്കാണ്. പിന്നീട് അവൻ യേശുവിനെ കാണുന്നത് അവൻ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞത് ജെറുസലേം ദേവാലയത്തിൽ വെച്ച. പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ മഹത്വം വ്യക്തമായി കണ്ടെത്തുന്നത് ദേവാലയത്തിൽ വെച്ച്. കരമുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? പ്രിയപ്പെട്ടവര്, നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദൈവത്തിന്റെ മഹത്വം ഇരിക്കാൻ പറ്റണം. ഇവിടെ 8 വർഷക്കാലമായിട്ട് ഇരിക്കുന്നവരുണ്ട്. മഹത്വം ഭവനത്തില് വെളിപ്പെടുന്നുണ്ട്. ഒരാഴ്ച പോലും നഷ്ടപ്പെടാതെ തീഷ്ണതയോടെ കടന്നു വരുന്നവരുണ്ട്. തീഷ്ണതയാണ്. ജപമാല മുതല് പരിശുദ്ധ ബലിയിലൂടെ കടന്നു പോകുന്ന ആ വലിയ നിമിഷം. പ്രിയപ്പെട്ടവരെ, അത് തീഷ്ണതയാണ്. ഞങ്ങൾക്ക് ജപമാലയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷിക്കാനായിട്ട് പേഴ്സണൽ പ്രെയർ ആണ് ജപമാല. അത് ചെല്ലാതെ വരുന്നുകൊണ്ടാണ് നമ്മളിവിടെ ജപമാല ആരംഭിച്ചത്. പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു വരികയാണ്. ആരംഭം കുറിക്കുന്ന വ്യക്തിപരമായ പ്രാർത്ഥന. ജപമാല ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ പ്രാർത്ഥനയാണ്.
പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ വലിയ പ്രാർത്ഥന. വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ദൈവജനത്തെ ഒരുമിച്ചിരുത്തി കൂട്ടിയിരുത്തി നമ്മൾ ജപമാലയിൽ ആരംഭിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഒത്തിരി പ്രശ്നമുള്ളവര് ബ്രദറിനെ കാണാൻ വേണ്ടി അവിടെ മരച്ചോട്ടിൽ അവിടെ ഇവിടെയൊക്കെ നിൽക്കും. അപ്പൊ പേഴ്സണൽ പ്രെയർ, വ്യക്തിപരമായ പ്രാർത്ഥന നഷ്ടപ്പെടുത്തിയതിനു ശേഷം നമ്മൾ ഇതിന് ആലയത്തിൽ വന്നിരിക്കും. എന്നിട്ട് മഹത്വം കാണാൻ ആഗ്രഹിക്കുക. വെളിപ്പെടാൻ വലിയ പാടാണ്. പ്രിയപ്പെട്ടവരെ, ജോബ് വ്യക്തിപരമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഉപദേശം കേൾക്കുമ്പോഴും ഭാര്യ ഉപദേശിക്കുമ്പോഴും സുഹൃത്തുക്കൾ ഉപേക്ഷിക്കുമ്പോഴും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ജോബിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. ജോബിനോട് ദൈവം പറയാ, നീ എന്നെ തിരിച്ചറിയാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ആത്മീയ അഭിഷേകത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തില് ഞെരുക്കങ്ങളും തകർച്ചകളൊക്കെ ഉണ്ടാവും. ഇതിനു വേണ്ടിയിട്ടാ, ആത്മീയ അഭിഷേകത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയിട്ടാ. ഒരു ശുശ്രൂഷയിൽ ഒരു അഭിഷേകത്തിൽ നിന്ന് ഒരു അഭിഷേകത്തിലേക്ക് ഉയർത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് ഒരു പാടുപീഡകള്, ഒരു പീഡ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പോകും. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വ്യതിചലിച്ച് കടന്നു പോകാൻ പറ്റും. അച്ഛനാവും പോകുമ്പോൾ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പുരോഹിതനാകുക എന്നുള്ളത് ദൈവരാജ്യത്തില് നിലനിൽക്കുക എന്നുള്ളതാണ്. അത് എളുപ്പമല്ല. ഒത്തിരി മക്കൾ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, ബ്രദറെ പോർണം തോന്നുക. ഒരു മകൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പോർണം തോന്നുന്നു, പക്ഷെ അപ്പൻ സമ്മതിക്കത്തില്ല. അപ്പന്റെ അടുത്ത് വന്നാൽ അത് പ്രശ്നമാവുക. അപ്പൻ അപ്പുറത്ത് നിൽക്കുക. അപ്പനെ കാണുമ്പോൾ പേടി വരിക. അപ്പൻ സമ്മതിക്കത്തില്ല, അപ്പൻ ഇഷ്ടപ്പെടത്തില്ല. അവനോട് നിൽക്കാൻ പറ്റുന്നില്ല. ആ സാഹചര്യങ്ങളിലായിട്ട് ഇണങ്ങിച്ചേരുവാൻ പ്രലോഭകൻ അവനെ അനുവദിക്കുന്നില്ല. എളുപ്പമല്ല. ദൈവരാജ്യത്തില് നിലനിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം പ്രലോഭനങ്ങള് ചുറ്റുപാടുകളിൽ നിന്ന് കടന്നു വരും. ഈ പ്രലോഭനത്തെ നീ എന്ന് അതിജീവിക്കുന്നോ അപ്പോൾ നിന്നിലേക്ക് കൃപയ്ക്ക് മേൽ കൃപ കടന്നു വരും. അപ്പൊ ഉപദേശിക്കാൻ ഒത്തിരി പേര് കടന്നു വരും. ഉപദേശിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം? ദൈവാത്മാവിനാൽ നിറഞ്ഞ് ഉപദേശിക്കുന്നവരായിരിക്കണം. ജോബിനെ ഉപദേശിക്കാൻ വന്നവര് ദൈവത്തെ പോലും അറിയത്തില്ലാത്ത, ദൈവരാജ്യത്തെക്കുറിച്ച് പോലും അറിവില്ലാത്തവരാണ് ജോബിനെ ഉപദേശിച്ചുകൊണ്ടിരുന്നത്. അവരനുഭവിച്ചിട്ടില്ല. അനുഭവിക്കാത്ത ഒരു ദൈവത്തെക്കുറിച്ച് ഇവർ പറഞ്ഞു കൊടുക്കുക ജോബിനോട്. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് ജോബിനോട് പറയും, ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. ദൈവം പറയുന്നുണ്ട്, ജോബിന്റെ ആ സ്നേഹിതന്മാർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുവാൻ ദൈവം പറയുകയാണ്. അതിനാൽ ഇപ്പോൾ തന്നെ 7 കാളുകളെയും 7 മുട്ടാടുകളെയും കൊണ്ട് ജോബിന്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുവിൻ. എന്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവരെ 3 സ്നേഹിതന്മാരെ ആരുടെ അടുത്തോട്ട് പറഞ്ഞടിച്ചു? ദൈവം ജോബിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അവന്റെ അടുത്ത് ചെന്ന് അവനോട് പറയുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത്ര നാളും അവരെന്തും പറഞ്ഞുകൊണ്ടിരുന്നേ? ജോബിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം പറഞ്ഞു, നീ ജോബിന്റെ അടുത്ത് പോയി ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. അതുകൊണ്ട് ജോബിന്റെ അടുത്ത് പോയി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. എപ്രകാരം ചെല്ലാൻ പറഞ്ഞേ? വചനം പറഞ്ഞ് 7 കാളുകളെയും 7 മുട്ടാടുകളെയും കൊണ്ട് ജോബിന്റെ അടുക്ക ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുവാൻ. എന്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ഭോഷത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷിക്കും. ആ ഒരു അവസ്ഥയിൽ നിന്ന്, പാപബന്ധനത്തിൽ നിന്ന്, അല്ലെങ്കിൽ അറിവില്ലായ്മയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ച് നിങ്ങളെ എന്താക്കി മാറ്റും? അഭിഷേകമാക്കി മാറ്റുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്റെ ദാസനായ ജോബിനെ പോലെ എന്നെപ്പറ്റി ശരിയായത് സംസാരിച്ചില്ല. ദൈവരാജ്യത്തെക്കുറിച്ച് ശരിയായ ഒരു അറിവ് ഈ സഹോദരങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തെറ്റായ ബോധ്യങ്ങളാണ് നിങ്ങൾ ജോബിന് പറഞ്ഞു കൊടുത്തത്. പക്ഷെ ജോബ് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് ജോബിന് ഇവർ പറഞ്ഞതൊന്നും സ്വീകരിക്കുവാൻ സാധിച്ചില്ല. അവർ ആ മനസ്സ് സ്വീകരിച്ചില്ല എന്ന തിരുവചനം പറയുന്നത്. അപ്രകാരം ഉറച്ച ദൈവസന്നിധിയിൽ ഉറച്ച ഒരു മനസ്സിന് ഉടമയായിരുന്നു ജോബെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. എന്നിട്ട് ജോബിനെ കൊണ്ട് എന്ത് ചെയ്തു? ഈ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ജോബിന് എന്താ കിട്ടിയേ? വലിയ ദൈവാനുഗ്രഹം. പ്രിയപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ളവരെ ദൈവജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി കൊണ്ടു നിർത്തി ആ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ തരുന്നെന്താ?
ഇരട്ടിപ്പങ്ക് അഭിഷേക വചനം പറയുന്ന ഇപ്രകാരം. ജോബ് തന്നെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരിച്ചു കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. ഇരട്ടിപ്പങ്ക് അഭിഷേകം തമ്പുരാൻ തിരിച്ചു കൊടുക്കുകയെ. കരമുയർത്തി ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിക്കാമോ? സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? അഭിഷേകം നിറയട്ടെ, ശക്തി വെളിപ്പെടട്ടെ. പാപബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ. പൈശാചിക തിന്മകള്, അന്ധകാരത്തിന്റെ ശക്തികള് എല്ലാം ജീവിതങ്ങളിൽ നിന്ന് പടിയിറങ്ങട്ടെ. ദൈവത്തിന്റെ മഹത്വം ജീവിതത്തില് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കർത്താവേ, ജോബിനെ പോലെ ഏത് ഉപദേശം വന്നാലും അത് ആത്മാവിലല്ലാത്ത ഉപദേശങ്ങൾ, ദൈവാത്മാവിലല്ലാത്ത ഉപദേശങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ സ്വീകരിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് തരണേ എന്ന് ഓരോ മകനും മകളും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഉപദേശങ്ങളാണ് നാം അത് സ്വീകരിക്കരുത് ഒരിക്കലും. അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നേ? പ്രാർത്ഥിക്കാൻ. എന്നെ അഭിഷേകമായിരിക്കും. ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിച്ച ചേച്ചി, ആ ഉപദേശം സ്വീകരിക്കാതെ ആ ചേച്ചി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു അഭിഷേകം കർത്താവ് കൊടുത്തേനെ. ദൈവരാജ്യം നമ്മൾ പോകും. മറ്റുള്ളവർ പറഞ്ഞ് നമ്മളെ വേറെ സ്ഥലത്തോട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ 5 വർഷം 4 വർഷം 3 വർഷമായിട്ട് നമ്മൾ നേടിയെടുത്ത ഒരു ദൈവിക കൃപ നമുക്ക് നഷ്ടപ്പെടുക. ഉപദേശിക്കാൻ വരുന്നേ, ഉപദേശിക്കാനായിട്ട് വരും. ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന് നമ്മളെ ഇളക്കി മാറ്റാൻ വേണ്ടി പോലും ആര് വരും? സാത്താൻ വരും. നമ്മൾ എവിടെയായിരിക്കുമ്പോഴാ? ദൈവസന്നിധിയിലായിരിക്കുമ്പോഴും ദൈവസന്നിധിയിൽ വരെ കടന്നു ചെന്ന് സാത്താൻ നമുക്ക് നമ്മുടെ ആത്മീയവും ഭൗതികമായ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നശിപ്പിക്കുവാൻ ദൈവത്തോട് പോലും ചോദിക്കുമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ എത്രമാത്രം സൂക്ഷിക്കണം. ഈ പ്രലോഭനം പരിശുദ്ധാത്മാവിന്റെ പ്രലോഭനം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നതാണോ, അതോ അശുദ്ധാരൂപി നമ്മളെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്നതാണോ? ഓർത്തു നോക്കിയേ, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമോ? ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരാളൊന്ന് ഉപദേശിക്കുക, അല്ലെ ഇവിടെയോട്ട് വരുമ്പോൾ ബസ്സിൽ വെച്ച് ഉപദേശിക്കുമ്പോൾ നഷ്ടപ്പെട്ടെന്ന് പോകുന്ന ഒരു വിശ്വാസമാണ് നമുക്ക്. ഒത്തിരി പേർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസത്തിലേക്കല്ല നാം കടന്നു വരണ്ടേ. തിരുവചനം കേട്ട് തിരുവചനത്തിലൂടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് നാം ഉയരേണ്ടത്. വചനം കേട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. അവിടുന്ന് വചനം അയച്ചവരെ വിശുദ്ധീകരിച്ചു, അവിടുന്ന് വിനാശങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ചു എന്ന് സങ്കീർത്തനത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. 117 അധ്യായം 20 വചനം പറയുക, അവിടുന്ന് വചനം അയച്ചവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. അപ്പൊ എന്ത് ദൈവം ചെയ്യുന്നേ? വചനം അയക്കും. ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനമാ. ഈ വചനം നിങ്ങളിലേക്ക് അയക്കുക, എന്നിട്ട് നിങ്ങളെ വിശുദ്ധീകരിക്കുക. എന്നിട്ട് എന്ത് സംഭവിക്കുന്നേ? അടിമത്തിൽ നിന്ന്, അല്ലെങ്കിൽ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, അല്ലെങ്കിൽ പൈശാചികമായ പീഡകളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, ദൈവാനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നില്ല, പാപബന്ധനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടിരിക്കുക. വിനാശത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് ദൈവം പ്രവേശിപ്പിക്കുക. ദൈവം നേരിട്ട് ഇടപെടുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പള്ളി ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കാണുക, ഒരു ശരീരത്തില് ഒരു അശുദ്ധാരൂപി മല്ലു പിടിക്കുക. ഒരു ശരീരത്തിൽ, ഒരു പയ്യന്റെ ശരീരത്തിലാണ്, എനിക്ക് പയ്യനെ കാണത്തില്ല, ഒരു ശരീരത്തില് ഒരു അശുദ്ധാരൂപി ആ ശരീരത്തിൽ കിടന്നുകൊണ്ട് മല്ലു പിടിക്കും. ഇവനോട് യുദ്ധം ചെയ്യുക, ഇങ്ങനെ അവന്റെ ശരീരത്തിൽ പിടിച്ചിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാനിതിങ്ങനെ ആരാധന സമയത്ത് ദിവ്യകാരുണ്യത്തിൽ വലിയ ശക്തി പുറപ്പെടുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഒരു വലിയ മൽപ്പിടുത്തം കാണുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ശരീരത്തിൽ നിന്ന് ഹൈപ്പർ ടെൻഷൻ, വലിയ ടെൻഷൻ കൊടുക്കുന്ന ഒരു അരൂപി ഇപ്പോൾ വിട്ടകന്നു പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവന്റെ ശരീരത്തിൽ നിന്ന് ഈ സാധനം വിട്ടു. ആരുടെ ശരീരത്തിൽ എനിക്ക് അറിയത്തില്ല, ഇവന്റെ ശരീരത്തിൽ ഇത് വിട്ടുപോയി. ഞാൻ അന്നേരം ആത്മാവ് എനിക്ക് പ്രചോദനം തന്നു, ഈ വ്യക്തി വികാരിച്ചിനെ കണ്ട ഇത് പറയണം. ആത്മാവ് പ്രചോദനം തന്നു. പ്രിയപ്പെട്ട ശുശ്രൂഷ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ധ്യാനത്തിന്റെ അവസാന ദിവസമാണ് ഈ സഹോദരൻ, ഒരു പയ്യൻ, ഒരു 22 വയസ്സ് പ്രായമുള്ളൂ. ഈ പയ്യന് ഓടി വികാരിച്ചിനെ മുറിച്ചു എന്നിട്ട് അച്ഛനോട് പറഞ്ഞാ, എന്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു സാധനം വിട്ടുപോയി, ഭയങ്കര ടെൻഷനാണ് എനിക്ക്. ഞാൻ പല അച്ഛന്മാരുടെ അടുത്ത് പോയി കൈവച്ച് ശുശ്രൂഷയെ ഒക്കെ മേടിച്ചു, കയ്പ് മേടിച്ചു, എന്നിട്ടൊന്നും മാറിയില്ല. ഈ ആരാധന സമയത്ത്
പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി അവന്റെ ജീവിതത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ ആ ശരീരത്തിൽ നിന്ന് അശുദ്ധാരൂപി, ടെൻഷൻ കൊടുക്കുന്ന ഒരു അരൂപി അവന്റെ ശരീരത്തിൽ നിന്ന് വിട്ടകന്നു പോയി. അവൻ ശാന്തനായി. ഞാൻ രക്ഷപ്പെടുന്നവൻ പറയുക, യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട രോഗി സൗഖ്യം പ്രാപിച്ചു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കാണിച്ചു തരികയാണ്. എന്നിട്ട് നമുക്ക് വിശ്വാസം, ആർക്ക് വിശ്വാസം കൂട്ടുന്നേ? അവന് വിശ്വാസം ഉണ്ടായി, എനിക്കും വിശ്വാസം ഉണ്ടായി, വികാരിച്ചനും വിശ്വാസം ഉണ്ടായി. കാരണം അവൻ ഒന്ന് പറയാം, എനിക്ക് ഭയങ്കര ടെൻഷൻ, എനിക്ക് മരിക്കണം തോന്നുമായിരുന്നു, ജീവിക്കണ്ട. അതുകൊണ്ട് തന്നെ ഇറങ്ങി, വീട് വിട്ട് ഇറങ്ങി അച്ഛന്മാരൊക്കെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇവിടുന്ന് എന്ത് വിശ്വാസത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാ? പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗി സൗഖ്യം പ്രാപിക്കുന്നു. പരിശുദ്ധ കുർബാനയിലെ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ ആ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം വർദ്ധിക്കപ്പെടുകയാണ്. കരങ്ങൾ ഉയർത്തി നമുക്ക് തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? ഞങ്ങൾ മായത്തൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയി. നമ്മുടെ അഭിഷേകം പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം, യേശുവിന്റെ അഭിഷേകം, യേശുവിന്റെ ശക്തി, ദിവ്യകാരുണ്യ സ്നേഹം, വിശുദ്ധ അൽഫോൻസാമയുടെ അഭിഷേകമാണ് നമ്മളിലൂടെ പകരപ്പെടുന്നത്. അൽഫോൻസാമയ്ക്ക് എന്തിനോടായിരുന്നു ഏറ്റവും ഇഷ്ടം? പരിശുദ്ധ കുർബാനയിലുള്ള. പരിശുദ്ധ കുർബാനയിൽ ആരാ ഉള്ളത്? ഈശോ. ഈശോയോട് ആഴമായ സ്നേഹം ആർക്കുണ്ടായിരുന്നു? അൽഫോൻസാമയ്ക്കുണ്ടായിരുന്നു. ഈ ഈശോയെ, ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ഈശോയെ വേദനിപ്പിക്കരുത്. ഒരു പ്രവർത്തിയുടെ പോലും ഉള്ളിൽ വസിക്കുന്ന നാഥനും രക്ഷകനുമായ മിശിഹായെ വേദനിപ്പിക്കുവാൻ പാടില്ല. ഇതാണ് വിശ്വാസം. വിശ്വാസത്തിന്റെ പൂർണ്ണതയിലായിരുന്നു ആ വിശുദ്ധ. എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി നാവിലൂടെ വന്നാലോ കണ്ണിലൂടെ വന്നാലോ കേട്ടാലോ എന്റെ ഉള്ളിലുള്ള ഈശോ വേദനിക്കരുത്. ആ ഒരു വലിയ ആഴമായ വിശ്വാസം, അത് കൃപയായി, സത്യമായി, അതെവിടെ ജീവനായി ലോകം മുഴുവനും ആ ജീവന്റെ, ആ വിശ്വാസം പകരപ്പെട്ടു. ആ വിശ്വാസം ലോകം മുഴുവനും, ലോകത്തിന്റെ ഓരോ കോണിലും ആ വിശ്വാസം കടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ആ ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ ഉണരേണ്ടത്, ആ ഒരു വലിയ വിശ്വാസത്തിലേക്ക് ഉണരണം. ഞങ്ങൾ മായത്ത് പള്ളിയിലെ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞ് അവിടുന്ന് പോന്നു. അപ്പൊ ജനം മുഴുവനും നമ്മുടെ ശുശ്രൂഷയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം പള്ളിക്കകത്ത് മാത്രം ആള് കാണത്തുള്ളൂ, പള്ളിയുടെ ഫ്രണ്ടിൽ മാത്രം കുറച്ച് പേരും. രണ്ടാമത്തെ ദിവസമാകുമ്പോ പള്ളി നിറയും. മൂന്നാമത്തെ ദിവസമാകുമ്പോ പള്ളിയുടെ വെളിയിലൊക്കെ ആളാവും. പക്ഷെ നാലാമത്തെ ദിവസം നമ്മളൊരു കാര്യം ചെയ്യും, പള്ളിയിലെ വെളിയിലുള്ളവരെയും പള്ളിക്കകത്ത് കയറ്റും. അപ്പം പള്ളി തിങ്ങി നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം. അച്ഛൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ മായത്ത് പള്ളിയിലിരിക്കുന്ന അച്ഛനെ വിളിച്ച് വിചാരിച്ച എന്നോട് വിശേഷം ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് ജനമൊക്കെ എങ്ങനെയുണ്ട്? അച്ഛൻ പറഞ്ഞു, തീഷ്ണതയോടെ ആ ഇടവകയിലെ ജനം മുഴുവനും കർത്താവിന്റെ ആലയത്തില് ബലിയർപ്പിക്കുവാൻ അനുദിനം കടന്നു വരുന്നുണ്ട്. കരമുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? പ്രിയപ്പെട്ടവരെ, പകരപ്പെടുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ശക്തി, അഭിഷേകം, കൃപ എവിടെ വർഷിക്കപ്പെടുകയാ? ഓരോ ശുശ്രൂഷയിലും മഹത്വം കടന്നു വരികയാണ്, അവിടെ വെളിപ്പെടുകയാണ്. ഒരാളുടെ കഴിവല്ല, ഒരു സമൂഹം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യം അവിടെ കടന്നു. പത്രോസ് ജയിലിൽ കിടക്കുമ്പോൾ എന്താ സംഭവിച്ചേ? ജനം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച്, ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിക്കുമ്പോൾ ആ ജയിലറയ്ക്കുള്ളില് മാലാഖ ഇറങ്ങിച്ചെന്ന് അവിടുന്ന് ദൈവത്തിന്റെ അപ്പസ്തോലനെ പുറത്തു കൊണ്ടുവരിക. ജയിലറയുടെ വാതിൽ പോലും തുറന്നില്ല, അടച്ചുപൂട്ടപ്പെട്ട വാതിലുകളുടെ ഇടയിലൂടെ അരൂപിയാക്കിക്കൊണ്ട് അവിടുന്ന് പുറത്തു കൊണ്ടുവന്ന് ഈ ജനത്തിന്റെ മുമ്പിൽ, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തുകയാണ്. ആരുടെ പ്രാർത്ഥന കൊണ്ടാ ഈ അപ്പസ്തോലൻ ആ ജയിലർ വിട്ട് പുറത്തു വരാൻ കാരണം? ആരുടെ പ്രാർത്ഥനയാ? ഈ സമൂഹത്തിന്റെ അതീക്ഷതയോടെയുള്ള പ്രാർത്ഥന. തന്റെ കൂടെ ഉണ്ടായിരുന്ന ശുശ്രൂഷ ശ്രേഷ്ഠനെ നഷ്ടപ്പെട്ടതിൽ അവർ വിഷമിക്കുകയല്ല ചെയ്തത്, അത് തിരിച്ചു വരുവാൻ ആ ശുശ്രൂഷകൻ തീഷ്ണതയോടെ, ശക്തിയോടെ, അഭിഷേകത്തോടെ
പുറത്തു വരുവാൻ വേണ്ടിയിട്ട് ഇവർ ഒന്നു ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുകയും ബ്രദർ തന്നെ പോയി ശുശ്രൂഷ ചെയ്യാൻ ഒന്നും സംഭവിക്കത്തില്ല. ഒരു പറ്റം മക്കള് വ്യാഴാഴ്ച ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുകയാണ്. ഇവിടെ നമ്മൾ ഒത്തിരി വലിയ ശുശ്രൂഷ, ഒത്തിരി മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പൊന്നും നമുക്കില്ല. വലിയ കാരുണ്യം ദൈവം കാണിക്കുന്നുണ്ട്. ചില ധ്യാന സെന്ററുകളിലൊക്കെ എത്രമാത്രം കൂടാരങ്ങളിൽ ഒരുമിച്ചിരുന്ന് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നേ. നമുക്കൊരു ചെറിയ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പേ ഉള്ളൂ. ആ ഗ്രൂപ്പിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യം ഓരോ ശുശ്രൂഷകളിലും വെളിപ്പെടുകയാണ്. അപ്പൊ ഓർത്തു നോക്കി, നിങ്ങൾ ഓരോ ധ്യാനത്തിലും ചൊരിയുന്ന ദൈവത്തിന്റെ അനുഗ്രഹം ഓരോ ശുശ്രൂഷകരുടെയും ജീവിതത്തില് വെളിപ്പെടും. അവരുടെ കുടുംബത്തിലോ മക്കളുടെ ജീവിതത്തില് വെളിപ്പെടും. ഇങ്ങനെയുള്ളവരിലേക്ക് കടന്നു വരുന്ന ആരാ? പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും തമ്പുരാന്റെ സന്നിധിയിൽ എത്തുന്നില്ല. അതാ പ്രാർത്ഥിക്കുന്നത്. ദൈവസന്നിധിയിൽ ഏതെല്ലാം തകർച്ചകൾ കടന്നു വന്നാലും അവിടെ നിൽക്കുമെന്ന് പരീക്ഷിക്കും. ഇവിടെ ഒരു ശുശ്രൂഷകരുടെ മകൻ തളർന്നുപോയി, മറ്റൊരു ശുശ്രൂഷകരുടെ ജീവിത പങ്കാളി തളർന്നുപോയി. ഈ രണ്ടുപേരെയും ഈശോ ശക്തിയോടെ ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇവരുടെ വിശ്വാസത്തെ ദൈവം ഈ ആലയത്തിൽ വെച്ച് തന്നെ ഒന്ന് അളന്നു നോക്കുകയാണ്. തകർച്ചകളിലും വേദനകളിലും ഒക്കെ തമ്പുരാനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുക മക്കളെ. ആ പരീക്ഷണത്തെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ജോബിന് കൊടുത്ത ഇരട്ടിപ്പങ്ക് അഭിഷേകവ കൊടുക്കുന്നത്. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്രയേറെ തകർച്ച വന്നിട്ടും ദൈവത്തോട് ചേർന്നൊന്ന ജോബ് ഒരു പരാതി പോലും ദൈവത്തോട് പറഞ്ഞില്ല. ദൈവം അനുവദിക്കാതെ തന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിച്ച ജോബ് പറയുന്നുണ്ട്, എന്നെ നഗ്നനായിട്ടാണ് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്, എനിക്കൊന്നും തന്നെ ഇല്ല. അവിടുന്ന് ദാനമായി തന്നത് അവിടുന്ന് തിരിച്ചെടുത്തു. അവിടുന്ന് തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. അവിടുന്ന് തന്നത് അവിടുന്ന് തിരിച്ചെടുത്തു. ഞാൻ പക്ഷേ തമ്പുരാനെ അവിടുന്ന് മഹത്വപ്പെടുത്തുകയും ഓരോന്നും നഷ്ടപ്പെടുമ്പോഴും ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും ദൈവം അനുവദിക്കാതെ തന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ള ആ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ മഹത്വത്തിന് കാരണമാക്കി തീർക്കുന്നത്. കരമുയർത്തി നമുക്ക് ഒരിക്കൽ കൂടി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് ഒരിക്കൽ കൂടി വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. വചനം പ്രകാരമായി തീർന്നു, മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവം ശരീരമായി മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവിടെ എന്ത് സംഭവിച്ചേ? ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനം പറയുന്നു, വചനം ഇപ്രകാരമായി തീർന്നു, മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മുടെ ശരീരത്തിൽ വെളിപ്പെട്ടു. സുഖപ്പെടുത്തുവാൻ ശക്തനായ ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. യേശു എവിടെയുണ്ട്? ഉള്ളിലുണ്ട്. വചനം എപ്രകാരമായി തീർന്നു? മാംസമായി മാറി. ആ മാംസമായി മാറിയ ദൈവം എവിടെയുണ്ട്? സുഖപ്പെടുത്തുന്നതിന് എവിടെയുണ്ട്? എന്റെ ഉള്ളിലുണ്ട്. ഈ ഉള്ളിലുള്ള ദൈവം എനിക്ക് വെളിപ്പെടുമ്പോൾ അത് സൗഖ്യമായിട്ട് അനുഗ്രഹമായിട്ട് മാറുന്നത്. ഉള്ളിലുള്ളവനെ വിശ്വസിക്കണം. വചനം പറയുന്നില്ലേ, ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്. ഈശോ എങ്ങോ ഉള്ളിലോട്ട് വരാൻ എന്തായിട്ട് മാറി? അപ്പമായിട്ട് മാറുകയാണ്. ഇവിടെ വലിയൊരു വിശ്വാസമാണ്. ഞാനൊക്കെ ആദ്യം പ്രയറിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ടെന്ന് അച്ഛന്മാർ പറയുമ്പോൾ, അല്ലെ ശുശ്രൂഷ ചെയ്യുന്നവർ പറയുമ്പോൾ ഉള്ളിലിരുന്ന് അവിശ്വാസത്തിന് സാധനം പറയും, ഈ ഗോതമ്പ് അപ്പത്തുണ്ടില് എങ്ങനെ ഈശോ വരുന്നേ? പ്രിയപ്പെട്ടവരെ, മഹത്വം കണ്ടപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസത്തോടെ ഏറ്റുപറയാൻ സാധിക്കും, പരിശുദ്ധ കുർബാനയില് ജീവനുള്ള ദൈവം ഇന്നും യുഗാന്ത്യം വരെയും അവിടുന്ന് വസിക്കുന്നുണ്ട്. ആ ഈശോയാണ് സുഖപ്പെടുത്തുന്നത്. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഇറങ്ങി വന്ന് മക്കളെ സുഖപ്പെടുത്തുന്നത് നഗ്നനേത്രം കൊണ്ട് കാണുവാൻ ഈശോ ആത്മാവ് അനുവദിച്ചു. സൗഖ്യം സംഭവിക്കുന്ന കുർബാനയിൽ നിന്ന്. ഓരോ പരിശുദ്ധ ബലിയിലും നമ്മുടെ ശരീരത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. വചനം മാംസമായിട്ട് ശരീരത്തിൽ രൂപപ്പെടുകയാണ്. മഹത്വം ശരീരത്തിൽ വെളിപ്പെടുകയാണ്. പ്രിയപ്പെട്ട, നമ്മുടെ വിശ്വാസം അങ്ങോട്ട് പോകണ്ടേ? ഒരു നൊവേനയിലേക്ക് പോയി തീർന്നു പോകേണ്ടതല്ല വിശ്വാസം. വിശുദ്ധരുടെ വിശുദ്ധമായ ജീവിതം, ആ പാത തുടരേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധപാത പിന്തുടരേണ്ടവരാണ് ഞാനും നിങ്ങളും.
അങ്ങോട്ട് പോകേണ്ട ഒരു നൊവേന കൂടി കാര്യസാധ്യത്തിന് പോയി നിൽക്കുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറ്റപ്പെടരുത്. വചനം കേട്ട വിശ്വാസത്തിലേക്ക് വളരേണ്ട മക്കളാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ കുർബാനയിലുള്ള ദൈവത്തിന്റെ മഹത്വത്തെ ശരീരത്തിൽ കണ്ടെത്തേണ്ടവരാണ് ഞാനും നിങ്ങളും. അപ്പസ്തോലന്മാര് കണ്ടെത്തിയത് അത് തന്നെയാ. സഹിയാൻ ഊട്ടുശാലയിൽ അവർ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് തന്റെ ദൈവത്തിന്റെ മഹത്വം അവർ ശരീരത്തിൽ അനുഭവിച്ചു. മക്കളെ, ആ സൗഖ്യമാണ്, ആ അഭിഷേകമാണ് ജനത്തിലേക്ക് വ്യാപരിച്ചത്. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയും സത്യവും നിറഞ്ഞതുമായ പിതാവിന്റെ ഏകജാതന്യതുമായ മഹത്വം യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. എനിക്ക് മുമ്പ് തന്നെ അവൻ ഉണ്ടായിരുന്നു. എന്നെക്കാൾ ശക്തനായ ദൈവം, സുഖപ്പെടുത്തുന്നവൻ, ഉള്ളിലേക്ക് കടന്നു വരുന്നവൻ, സൗഖ്യമായി തീരുന്നവൻ, വിശ്വാസത്തിലൂടെ കൃപ കടന്നു വരുന്നേ. പ്രിയപ്പെട്ട, നമ്മുടെ ശരീരം എന്തായിട്ട് മാറുക? യേശുവിന്റെ ശരീരമായിട്ട്, മഹത്വത്തിന്റെ ശരീരമായിട്ട് നമ്മുടെ ശരീരം രൂപപ്പെടുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? പാപത്തെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തുവാൻ സാധിച്ചാൽ ദൈവമഹത്വത്തിന്റെ പൂർണ്ണത നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടും. പകുതി വിശ്വാസം ഉണ്ടെങ്കിൽ പകുതി അനുഗ്രഹം കിട്ടും. വിശ്വാസത്തിന് പൂർണ്ണതയുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഹത്വം പൂർണ്ണമായിട്ടും അവിടെ വെളിപ്പെടും. അപ്പോസ്തലിക അഭിഷേകം പത്രോസിനെ പോലെ, യാക്കോബിനെ പോലെ, യോഹന്നാനെ പോലെയൊക്കെ ഞാനും നിങ്ങളും ആയിത്തീരണമെങ്കിൽ എപ്രകാരമായിരിക്കണം? ആ പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും വിശ്വാസത്തിലൂടെയും വിശുദ്ധിയിലൂടെയും നാം കടന്നു പോകാതെ ആ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടത്തില്ല. നമ്മളീ തീർന്നു പോണ സംഭവം 50 നോയമ്പ് കഴിയുമ്പോൾ വീണ്ടും സംഭവിക്കുന്ന പാപത്തിലേക്കാണ്. ഇവിടെ വചനം കേട്ട്, വചനം ധ്യാനിച്ച്, വചനമായ ക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ ശരീരത്തിൽ സ്വീകരിച്ച പരിശുദ്ധ കുർബാന വെളിപ്പെടുകയും, ഒരു അക്രൈസ്തവയായ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുകയാണ്. ഇവിടെ ഒരു അക്രൈസ്തവ സഹോദരൻ, ഹിന്ദു സഹോദരൻ എന്നോട് പറഞ്ഞു, ബ്രദറെ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരി, മേലുദ്യോഗസ്ഥ എന്നെ എന്നും വേദനിപ്പിക്കുക. ക്രിസ്ത്യാനിയാ. ഞാൻ ചോദിച്ചു, ഏത് സമൂഹത്തിൽപ്പെട്ടവരാ, ഏതാന്ന് ചോദിച്ചു. ഒരു ക്രിസ്ത്യാനിയാ. എന്നെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നുണ്ട്. എന്നെ അവിടുന്ന് ജോലിയിൽ നിന്ന് വിടുവിക്കാനുള്ള ജോലി നഷ്ടപ്പെടുത്താനുള്ള സകല പണികളും ഈ സഹോദരി ചെയ്യുന്നുണ്ട്. അതൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, മോനെ പോരാൻ പറഞ്ഞു. അപ്പൊ അവന് ജോലിയുണ്ട്. ഞായറാഴ്ച അവിടെ മാന്നാനത്തുള്ള ശുശ്രൂഷ പോരാൻ പറഞ്ഞു. അപ്പൊ അവന് ജോലിയുള്ള കാരണം ഇവിടെ വരാൻ പറ്റത്തില്ല. ഇവിടെ ഈ ദൈവ പൈതല് ഇവൻ ആത്മാവിനാൽ നയിക്കപ്പെട്ട് അവിടെ കർത്താവിന്റെ ആലത്തിൽ വന്ന് ശുശ്രൂഷ പങ്കുചേരുക. ഒരു ദിവസം ഇങ്ങനെ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ആ നാളുകളില് പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്ത്യാനിയായ സഹോദരി ഇവന് എന്തോ ഒരു ദിവസം ലീവ് എടുക്കേണ്ടി വന്നു. അത്യാവശ്യ കാര്യം കൊണ്ടാണ് ലീവ് എടുക്കേണ്ടി വന്നത്. അപ്പൊ ഇവര് പറഞ്ഞു ഇവന് ലീവ് എടുത്തത് വേറെന്തോ അമ്മേനെയും കൊണ്ട് പോയതുകൊണ്ട്, ആശുപത്രി പോയോണ്ടെന്ന് പറഞ്ഞ് ഇവനെ കളിയാക്കി. വേറെന്തോ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. അവൻ ആ ആവശ്യം അവിടെ അവതരിപ്പിച്ചു. ഈ സഹോദരി അമ്മയെ ആശുപത്രി കൊണ്ടുപോയതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഇവനെ വേദനിപ്പിച്ചു. അങ്ങനെ സംഭവം ഇവന്റെ ജീവിതത്തിലില്ല. അമ്മയെ കൊണ്ട് ആശുപത്രി പോയതല്ല. പ്രിയപ്പെട്ടവരെ, ഈ വേദന ഇവന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഇവൻ ദിവസം തമ്പൻ യേശുവിനോട് പ്രാർത്ഥിച്ചോയെ, നിന്റെ മഹത്വം ആ സഹോദരിയില് വെളിപ്പെടുത്തണേ. നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഈ സഹോദരിക്ക് അവസരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവമഹത്വം വെളിപ്പെടുകയാണ്. എന്ത് സംഭവിച്ചെന്നറിയുമോ? ആ സഹോദരിയുടെ അമ്മ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, രോഗിയായി മാറി. പിന്നീട് ഇതുവരെ ആ സഹോദരിയിൽ നിന്ന് ഒരു പീഡനവും ഉണ്ടായില്ല. എവിടുന്ന് ശക്തി പുറപ്പെട്ടെ? യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അളന്ന അളവുകോല് കൊണ്ട് തന്നെ തമ്പുരാൻ അളന്നു കൊടുത്തപ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ നിശബ്ദത കടന്നു വരിക. ആ പറഞ്ഞത് അവിടെ വെളിപ്പെട്ടു. മാനസാന്തരം ഉണ്ടാവുക. അവൾ പരിപാടി നിർത്തി. ഇവന്റെ മേൽ തൊട്ടാല് എന്ത് സംഭവിക്കും? ഇവനെ പീഡിപ്പിച്ചാല് എന്ത് സംഭവിക്കുന്നേ? സഹനം ഉറപ്പാ. പ്രിയപ്പെട്ടവരെ, വിശ്വാസിയായ ഒരു വ്യക്തിയെ പീഡിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നേ? വിശ്വാസ പൂർണ്ണതയിലുള്ള ഒരു വ്യക്തിയെ പീഡിപ്പിക്കുമ്പോൾ അവിടെ എന്തുണ്ടായി? സഹനം ഉണ്ടാകുന്നേ. ആ വ്യക്തിക്കും ദൈവത്തെ അനുഭവിക്കുവാൻ ദൈവം കൃപ കൊടുക്കുകയാണ്. സാവൂളിനുണ്ടായ വലിയ അനുഭവമല്ലേ? ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റെഫാനോസിന്റെ
വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മേടിച്ച് കാൽച്ചോട്ടി വെച്ചിരിക്കുക. എന്നിട്ട് പറഞ്ഞു അവനെ കല്ലെറിഞ്ഞു കൊല്ലുക. നീതിമാനായ മനുഷ്യനെ കല്ലെറിയുമ്പോൾ എന്ത് സംഭവിക്കുന്നേ? സഹനം ഉറപ്പാ. അല്ല അച്ഛന്മാരോട് അധികം കളിക്കാൻ പോകല്ലേ എന്ന് പറയുന്നേ. ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തിയോട് മല്ലടിക്കാൻ പോയ സഹനം പ്രതീക്ഷിച്ചോണ്ടാ മതി. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചേ? അവിടെ സഹനം കടന്നു വരികയാണ്. ഈ ഒരു പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു വലിയ പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഈ പാവമൊന്നും ആ അറിവില്ലാത്ത മക്കളുടെ മേല് ചുമത്തരുതേ. തിരിച്ചറിവില്ലാതെ എന്നെ കല്ലെറിയുന്ന ഈ മക്കളുടെ മേല് ഈ ശാപമൊന്നും ഈ പാപമൊന്നും അവരുടെ മേൽ ചുമത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്തെഫാനോസ്. കൃപയൊഴുകുകയാണ്. പ്രിയപ്പെട്ടവരെ, ദമാസ്കസിൽ അധികാരപത്രമൊക്കെ മേടിച്ചുകൊണ്ട് ദമാസ്കസിലേക്ക് യാത്ര പുറപ്പെടുന്ന സാവൂളിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് വലിയൊരു വീഴ്ചയാണ്. ആ വീഴ്ചയിലൂടെ സാവൂള് അന്ധനായിട്ട് മാറുകയാണ്. അന്ധനായ സാവൂളിന് കാഴ്ച കൊടുക്കുവാൻ ദൈവത്തിന്റെ പുരോഹിതനായ അനന്യാസിനെ അവിടുന്ന് ഒരുക്കി സാവൂളിന്റെ അടുത്തേക്ക് കടന്നുവെന്ന് സാവൂളിന്റെ ശിരസില് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിൽ നിന്ന് എന്തോ ഒന്ന് ചെതുമ്പല് പോലെ അടർന്നുപോയി. പാപബന്ധനങ്ങള്, പൈശാചിക ബന്ധനങ്ങള് ചെതുമ്പല് പോലെ ജീവിതത്തിൽ നിന്ന് അടർന്നുപോയപ്പോൾ അവിടെ വെളിപ്പെട്ടത് മഹത്വ. പ്രിയപ്പെട്ടവരെ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ മഹത്വം കടന്നു വരും. എങ്ങനെയാ? സഹനത്തിലൂടെ കർത്താവ് വിശോചന ചെയ്ത് ദൈവത്തിന്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തും. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കാരുണ്യവാനായ ദൈവത്തിന്റെ ആ വലിയ കരുണയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരമുയർത്തി നമ്മളെ പീഡിപ്പിക്കുന്ന ഓരോ മക്കളെയും, നമ്മളെ വേദനിപ്പിച്ചിരിക്കുന്ന ഓരോ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരമുയർത്തി ആ വലിയ അഭിഷേകം, വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞാനെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ കാരുണ്യം ഓരോ മകനും മകളും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ അഭിഷേകം മറ്റുള്ളവരിലേക്ക്, ദൈവത്തെ തിരിച്ചറിയാത്ത നമ്മെ പീഡിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും ജീവിതത്തില് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവിക കാരുണ്യം, ദൈവത്തിന്റെ കാരുണ്യം അനുഭവിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അവിടെ ദൈവം പറഞ്ഞു, ഈശോ പറഞ്ഞെന്താ? നീ ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ വരുമ്പോ എന്ത് സംഭവിക്കണ്ടേ? നിന്റെ സഹോദരന് നിന്നോട് വിരോധം ഉണ്ടെന്നറിഞ്ഞാൽ അവനുമായിട്ട് രമ്യപ്പെട്ട് വന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുക? അവനും ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കുക. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ ഈശോ പറഞ്ഞു. വേദനിപ്പിക്കുന്ന ഓരോ മകനും മകൾക്കും വേണ്ടി നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കുരിശിലെ സ്നേഹം നമ്മളും അവരും അനുഭവിക്കുക. അവിടുന്ന് വചനം അയച്ചവരെ വിശുദ്ധീകരിക്കും. വലിയ വിനാശത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കും. ചില രോഗപീഠകളിൽ നിന്ന് ചില വിടുവിക്കും. നമുക്കറിയാവുന്ന ഒരു സംഭവമുണ്ട്. ഒരു കുടുംബത്തിന് ഒത്തിരിയേറെ സമ്പത്ത് നഷ്ടപ്പെട്ടത് പരസ്പരം കേസ് നടത്തിയ സഹോദരനുമായിട്ട് സഹോദരി മല്ലടിച്ച് കേസ് നടത്തി സഹോദരിയുടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. മാക്സിമം മല്ലടി ചേരണ 45 വയസ്സുള്ള സഹോദരനോട് മല്ലടിച്ച്, സഹോദരന്റെ ഉള്ളിലുള്ള ഒരു ക്യാൻസർ രോഗമായിരുന്നു ഈ മല്ലടിച്ചത്. ഈ സഹോദരിക്ക് തിരിച്ചറിവില്ലാതെ ആ സഹോദരനോട് കേസിനുമേൽ കേസ് കൊടുത്ത് പരസ്പര യുദ്ധം ചെയ്ത് അവസാനം 45-ാമത്തെ വയസ്സിൽ ഈ സഹോദരൻ മരിക്കുക, ക്യാൻസർ ബാധിച്ചു. നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുവാൻ ഈശോ പഠിപ്പിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരിയോട് കേസ് കൊടുത്തത് ആരാ? സഹോദരിക്കെതിരായിട്ട് കേസ് കൊടുത്ത് ഉള്ളിലുള്ള ക്യാൻസർ രോഗ പ്രേരണ കൊടുത്ത് നീ അവളുമായിട്ട് മല്ലടിക്കുക. അല്ലെങ്കിൽ ഈ സഹോദരി പ്രാർത്ഥിക്കുമ്പോൾ ഈ സഹോദരൻ സുഖപ്പെട്ടേനെ. ഈ മല്ലടിക്കുമ്പോൾ സഹോദരന്റെ ഉള്ളിലുള്ള വൈരാഗ്യത്തിന്റെ അരുവി പറഞ്ഞു പരസ്പരം മല്ലടിച്ചോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 3-4 വർഷക്കാലം ശക്തമായ കേസിലൂടെ കടന്നു പോകുകയാണ്. അവസാനം ഇത് സംബന്ധിച്ച് സഹോദരൻ മരിച്ചു. സഹോദരിയുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വന്നിരിക്കും, ബ്രദറെ പ്രാർത്ഥിക്കണം. ഞാൻ തൊട്ടടുത്ത് മരിച്ചുപോയ ആരാന്ന് ചോദിച്ചു. കർത്താവ് ഒരു റീത്തൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നെ. ഈയിടെയായിട്ട് കുറച്ചു നാൾക്ക് മുമ്പ് ഏറ്റവും അവസാനം കുടുംബത്തിൽ മരിച്ചതായ സഹോദരനാ. ആ സഹോദരനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേസായിരുന്നു ബ്രദറെ, എല്ലാം വിറ്റ് കേസ് നടത്തി. ഇപ്പൊ എന്ന് പറയുമ്പോ 1 സെന്റ് സ്ഥലം പോലും ഇല്ല.
സ്ഥലം മേടിക്കാനായിട്ട് എത്രമാത്രം പരിശ്രമിച്ച് സമ്പാദ്യം കൊണ്ടുവന്നാൽ പ്രിയപ്പെട്ടവരെ അത് പൂർണ്ണത പ്രാപിക്കുന്നതിന് മുമ്പ് അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. കൃപ നഷ്ടപ്പെട്ടു പോയി, അഭിഷേകം നഷ്ടപ്പെട്ടു. എപ്പോഴാ? പരസ്പരം മല്ലടിച്ചപ്പോൾ സഹോദരന് നഷ്ടപ്പെട്ടു. ഈ സഹോദരിയുടെ ഉപയോഗിച്ചിരുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി. അഭിഷേകം പോവുക, കൃപ നഷ്ടപ്പെടുകയാണ്. കർത്താവ് അർപ്പിച്ച ബലിയുടെ യോഗ്യത സ്വീകരിക്കുവാനുള്ള ആ യോഗ്യത നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ആനീശ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് കൃപയ്ക്ക് മേൽ കൃപ, ക്ഷമയുടെ മേൽ ക്ഷമ തരുവാനായിട്ടാണ്. വേദനിപ്പിക്കുന്നവരോട് നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് മേൽ ക്ഷമ തരുവാൻ വേണ്ടിയിട്ടാ ഞാൻ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടല്ലേ സ്തെഫാനോസിനെ കല്ലെറിയുമ്പോ സ്തെഫാനോസിന് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ സാധിച്ചു, എന്റെ സഹോദരൻ എന്നെ കല്ലെറിയുന്നേ, എന്റെ ഉറ്റ സ്നേഹിതനാണ് എന്നെ കല്ലെറിയുന്നേ. കർത്താവേ, ഈ പാപം അവന്റെ മേൽ ചുമത്തരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പിതാവിന്റെ വലത്തുഭാഗത്ത്, സ്വർഗസ്ഥനായ പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ തമ്പുരാൻ എണീറ്റ് നിൽക്കുന്നതായി കാണുകയെ സ്തെഫാനോസ്. സ്വർഗം എണീറ്റത് നിരുപാധികം ക്ഷമിച്ചപ്പോൾ കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പൂർണ്ണമായിട്ട് നമ്മെ സമർപ്പിച്ചുകൊണ്ട്. ബലിയുടെ യോഗ്യത നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാൻ, ദിവികാരുണ്യ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് കാഴ്ചയായി കൊണ്ടുവന്നിരിക്കുന്ന സമ്പത്തിനെ പൂർണ്ണ മനസ്സോടെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിന്റെ ആണിപ്പഴുതുള്ള കരങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്, അല്ലാതെ ഒരു പാത്രമല്ല വരുന്നത്. തമ്പുരാൻ നിങ്ങളുടെ സമ്പത്തിനെ വിശുദ്ധീകരിക്കുവാൻ ആണിപ്പഴുതുള്ള കരങ്ങള് നിങ്ങളുടെ മുമ്പിലേക്ക് നീട്ടപ്പെടുകയാ. ആണിപ്പഴുതുള്ള കരങ്ങളിലേക്ക് ഈ സമ്പത്ത് സമർപ്പിക്കുന്നേ. ഈ സമ്പത്തിനെ ദൈവം ഏഴിരട്ടിയായിട്ട് ആ ആണിപ്പഴുതുള്ള കരങ്ങളാൽ വിശുദ്ധീകരിച്ച് നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരികെ തരുമെന്നാണ് പ്രഭാഷകന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിനെ പരീക്ഷിക്കുക. കർത്താവ് പറയുക, നിങ്ങൾ ദശാംശം കൊടുത്ത് എന്നെ പരീക്ഷിക്കാൻ. നിങ്ങളുടെ കലവറയിലേക്ക്, എന്റെ കലവറയിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ കലവറ നിറച്ചും ഞാൻ തരുമെന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തി. കരങ്ങൾ ഉയർത്തി നമ്മുടെ സമ്പത്തിനെ സമർപ്പിച്ചുകൊണ്ട്, ദാനമായി തന്നതിനെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി നമുക്ക് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ചേർന്ന് ഈ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നോയമ്പിലൂടെയും കടന്നുപോയ കാലഘട്ട സമയങ്ങളിൽ കിട്ടിയിരിക്കുന്ന സമ്പത്തിന്റെ ഒരു വിഹിതം കർത്താവിന്റെ തിരുസന്നിധിയിൽ ഈ ആഴ്ചകളിൽ നമ്മൾ സമർപ്പിക്കുകയായിരുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ സമ്പത്തിനെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് സാമ്പത്തിക ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവിക കൃപ അവിടെ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകത്തോടെ സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ചെന്നേ. സ്വരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തുതിച്ച്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ച്, സ്വരമുയർത്തി സ്തുതിച്ച്, അധരം ഒന്ന് ചലിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ച്, നാവൊന്ന് ചലിപ്പിച്ചുകൊണ്ട് സ്തുതിച്ച്, 4 പേര് കേൾക്കുന്ന രീതിയിലൊന്ന് സ്തുതിച്ച്, അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. എല്ലാവരും സ്തുതിച്ച്, ഒരു 10 പേര് കേൾക്കുന്ന രീതിയിൽ സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, സാമ്പത്തിക ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, പൈശാചിക പീഡ നീങ്ങിപ്പോകട്ടെ, രോഗപീഠകളെല്ലാം നീങ്ങിപ്പോകട്ടെ, പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ, ജീവിതത്തിന്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, കെട്ടുകളെല്ലാം അഴിയട്ടെ, യേശുനാമത്തിൽ അഴിയപ്പെടട്ടെ. വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ, വിശ്വാസത്തിന്റെ അഭിഷേകം നിറയട്ടെ, ദൈവസ്നേഹത്തിന്റെ അഭിഷേകം നിറയട്ടെ, കൃപയ്ക്ക് മേൽ കൃപ വ്യാപരിക്കട്ടെ. ജോബിന് കൊടുത്ത അഭിഷേകം വ്യാപരിക്കട്ടെ, കൃപയ്ക്ക് മേൽ കൃപ കർത്താവ് വർഷിക്കുന്നു. കരമേർത്തി സ്തുതിക്കാം. എല്ലാവരും ചേർത്ത് ഇരട്ടിപ്പങ്ക് അഭിഷേകം ജോബിനുള്ളതില് ഇരട്ടിയായി ദൈവം ജോബിന് കൊടുത്തുകൊണ്ട് ജോബിനെ അനുഗ്രഹിച്ച ദൈവം തന്നെ ഉപദേശിച്ച സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ജോബിനോട് ദൈവം പറയുക, ആരെങ്കിലും തെറ്റായ ഉപദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മള് ധ്യാനത്തിന്റെ സീറ്റ് ഏകദേശം ഫില്ലായിരിക്കും. 150 പേർക്കുള്ള താമസിക്കാനുള്ള സൗകര്യമുള്ളൂ. പക്ഷേ 250 പേര് ബുക്കിങ്ങിലാണ്. നമ്മളവിടെ ബാക്കിയുള്ള ക്രമീകരിക്കും. പക്ഷെ ഇനി ആരും നിങ്ങൾ ബുക്ക് ചെയ്തേക്കരുത്. അടുത്ത മാസത്തിന് നേരത്തെ ബുക്ക് ചെയ്യുക. ഈ സീറ്റിന് വലിയ പ്രശ്നമാണ്. ആൾക്കാർ കൂടുതൽ വരുന്നത് കൊണ്ട് സീറ്റ് കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യുക. കൂടുതൽ വ്യക്തികളെ ധ്യാനത്തിന് പറഞ്ഞുവിടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം.
സ്നേഹിതരേവരും മാറിപ്പോയിടും. പ്രത്യാശയില്ലാത്ത വാക്കു പറഞ്ഞ് പ്രിയരെല്ലാവരും മാറിപ്പോയിടും. ആരാലും അസാധ്യമെന്നു പറഞ്ഞ് സ്നേഹിതരേവരും മാറിപ്പോയിടും. പ്രത്യാശയില്ലാത്ത വാക്കു പറഞ്ഞ് പ്രിയരെല്ലാവരും മാറിപ്പോയിടും. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. കരമടിച്ച് എല്ലാവരും ചേർന്ന് കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു അഭിഷേകത്തോടെ. വാക്കു പറഞ്ഞവൻ വിശ്വസ്തനായവൻ മാറാതെപ്പോഴും നിൻ ചാരയുണ്ട്. വാക്കു പറഞ്ഞവൻ വിശ്വസ്തനായവൻ മാറാതെപ്പോഴും നിൻ ചാരയുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെ അനുഗ്രഹിച്ചവൻ കൂടെയുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെ അനുഗ്രഹിച്ചവൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. മാറായിൻ കൈപ്പിനെ മാധുര്യമാക്കിയ മാറ്റമില്ലാത്തൊരു ദൈവമല്ലോ. മാറായിൻ കൈപ്പിനെ മാധുര്യമാക്കിയ മാറ്റമില്ലാത്തൊരു ദൈവമല്ലോ. മരുഭൂമിയിൽ മന്ന ദാനമായി നൽകി മക്കളെ പോറ്റിയ ദൈവമല്ലോ. മരുഭൂമിയിൽ മന്ന ദാനമായി നൽകി മക്കളെ പോറ്റിയ ദൈവമല്ലോ. ഭയപ്പെടേണ്ട ദൈവ പൈതലേ,